ശ്രീ പത്മനാഭൻ, ഈ ബജറ്റിനെ BJP നിരാശാജനകം എന്നുള്ള പ്രതികരണത്തിലൂടെ കെ സുരേന്ദ്രൻ ഒരു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ബജറ്റ് മുഴുവൻ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണോ നിങ്ങൾക്ക് മനസ്സിലാക്കാനാവുന്നത്? കേന്ദ്രത്തിൽ നിന്നും വിഹിതം കിട്ടാത്ത സാഹചര്യത്തിൽ ബുദ്ധിമുട്ടിയുണ്ടാക്കിയൊരു ബജറ്റ് എന്നുകൂടിയാണ് സംസ്ഥാന സർക്കാർ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകൾക്ക് നികുതി വർദ്ധിപ്പിച്ച ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ? എന്താണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഏറ്റവും വലിയ നമുക്ക് ചെയ്യുന്ന ഗുണം? നമ്മുടെ വിദേശ നാണ്യം അത് നമുക്ക് നേടിത്തരികയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് വിദേശത്തുനിന്നും ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നു. അതുവഴി നമുക്ക് വിദേശ നാണ്യം നഷ്ടമാവുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾ വരുമ്പോൾ ആ ഒരു സംഗതി അവസാനിച്ച് നമുക്ക് വിദേശ നാണ്യം നേടാൻ സാധിക്കുന്നു. ആ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ സബ്സിഡിയാണ്. ആ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്തൊരു കഷ്ടമാണിത്. ഞാൻ അഭിഭാഷകനാണ്. ഒരു മുൻകൂർ ജാമ്യ അപേക്ഷയിൽ ഒട്ടിക്കുന്ന സ്റ്റാമ്പ് എത്ര അറിയോ? 5 രൂപയാണ്. അതിപ്പോൾ എത്ര അറിയോ? സെഷൻസ് കോടതിയിൽ 250 രൂപയാണ്. എന്ന് വെച്ചാൽ 50 ഇരട്ടി. ഒരു സാധാരണ ജാമ്യ ഹർജിയിൽ സെഷൻസ് കോടതിയിൽ ഒട്ടിക്കുന്നത് 5 രൂപയാണ്. അതിപ്പോൾ ആക്കിയത് എത്ര അറിയോ? 200 രൂപയാണ്. എന്ന് വെച്ചാൽ 40 ഇരട്ടി. ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിലെ സ്റ്റാമ്പ് 500 രൂപയാണ്. ഈ 50 ഇരട്ടിയും 40 ഇരട്ടിയുമൊക്കെ ഒരു സംസ്ഥാനത്തെ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണക്കാരന് നൽകേണ്ട സലയിൽ വർധനമുണ്ടാക്കുമ്പോൾ അത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? കമ്മീഷന് 1 ലക്ഷമോ 2 ലക്ഷമോ മാസശമ്പളം കിട്ടുന്ന കമ്മീഷൻ എന്തും പറയാം. പക്ഷെ സാധാരണക്കാരൻ ഇവരാരുടെ കൂടെയാ? കമ്മീഷൻ്റെ കൂടെയാണോ സാധാരണക്കാരൻ്റെ കൂടെയാണോ? ആണോ? അത് പറഞ്ഞേക്ക്. എന്നാൽ ഞങ്ങൾ സാധാരണക്കാരൻ്റെ കൂടെയല്ല കമ്മീഷൻ്റെ കൂടെയാണെന്ന് പറഞ്ഞേക്ക്. ഇവിടെ 5 രൂപ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട സ്ഥലത്ത് 250 രൂപയാണ് ഒട്ടിക്കുന്നത്. 5 രൂപ ഒട്ടിക്കേണ്ടത് 200 രൂപയാക്കി മാറ്റുന്നു. പിന്നെ ഭൂനികുതി കൂട്ടിക്കോട്ടെ, ഒരു 50% കൂട്ടുക എന്ന് പറഞ്ഞ ഒരു മര്യാദയാണ് അത്. ഇങ്ങനെ ഇനി വേറൊരു സംഭവം പറയാം. ഇവർ മിണ്ടാത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ കോൺട്രാക്ട് കാരേജ്, ടൂറിസ്റ്റ് വാഹനങ്ങൾ. ഞാനിതൊരു ടൂറിസ്റ്റ് വാഹനത്തിൻ്റെ ഉടമസ്ഥനും ഡ്രൈവറുമായ ഒരാളെ വിളിച്ചു ചോദിച്ചു. അയാൾ തന്നെയാണ് ഡ്രൈവർ, അയാൾ തന്നെയാണ് ഉടമസ്ഥൻ. 2000 രൂപയുടെ വർധനമാണ്. 17 സീറ്ററിന് 2000 രൂപയുടെ വർധനമാണ്. ഇവർ പറയുന്നത് ഏകീകരിച്ചു. നല്ല വാക്കാണല്ലോ, നല്ല കേൾക്കാൻ സുഖമുള്ള വാക്കാണല്ലോ. ഏകീകരിച്ചു. 2000 രൂപയുടെ വർധനമാണ്. ഞാൻ എൻ്റെ കൂടെ പഠിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ വിളിച്ചു. അയാൾ പറഞ്ഞ 7 ഗഡു DA 7 ഗഡു കുടിശ്ശികയാണ്. 7 ഗഡു, ഒരു ഗഡുവാണ് അനുവദിച്ചത്. 19% കുടിശ്ശിക. 19%. ഈ ഇപ്പം അനുവദിച്ച ഗഡുവിൽ 39 മാസത്തെ മുൻകാല പ്രാബല്യമുണ്ട്. 39 മാസം മുന്നത്തെയാണ്. ആ 39 മാസത്തെ പറ്റി മിണ്ടിയിട്ടില്ല. അത് കിട്ടുമോ എന്ന് മിണ്ടിയിട്ടില്ല. അപ്പോൾ 7 ഗഡു കുടിശ്ശിക, 39 മാസത്തെ മുൻകാല പ്രാബല്യം, 19%. എന്നിട്ട് അനുവദിച്ചത് 1 ഗഡു. കൊടുക്കാനുള്ളതൊന്നും കൊടുക്കുന്നില്ല. ശ്രീ പത്മനാഭൻ, ഈ ഭൂനികുതിയുടെ കൃത്യമായ കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ പഞ്ചായത്ത് പ്രദേശത്ത് അടിസ്ഥാന ഭൂനികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ R1 പ്രതിവർഷം 5 രൂപ എന്നത് 7 രൂപ 5 പൈസയാകും. ഏറ്റവും ഉയർന്ന നിരക്കായ R1 പ്രതിവർഷം 30 രൂപ എന്നത് 45 രൂപയാകും. അങ്ങനെ നോക്കുമ്പോൾ ഈ വലിയൊരു വർധന എന്ന് പറയാം. മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് 1 രൂപ 62 പൈസ എന്ന് 1.626 വരെ പ്രതിവർഷം 20 രൂപയായിരുന്നത് 30 രൂപയായി വർദ്ധിക്കുന്നു. അതൊക്കെ ഒരു വലിയ വർധനയായി കാണിക്കാമോ? അല്ല, ഞാൻ പറയുന്നത് ഏത് വർധനവും വലിയ വർധനവല്ല. പക്ഷെ അതിന് യുക്തി വേണം. 1 രൂപയുടെ സാധനം 1.5 രൂപയാക്കുന്നത് യുക്തിയല്ല. 1 രൂപയുടെ സാധനം 1.10 1.15 ആക്കാം. ഇവിടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നത് 50% ഇവിടെ പെട്രോൾ ചാർജ് വർദ്ധിപ്പിക്കുന്നത് 50% ഇവിടെ സാധാരണക്കാരൻ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് 50% റേഷൻ കടയിലൂടെ കൊടുക്കുന്നത്? സ്വകാര്യ മാർക്കറ്റ് കിട്ടുന്നത് പലതായിരിക്കും. പക്ഷേ രാജ്യത്ത് സർക്കാർ ഒരു സംഗതിയുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ അതിനൊരു യുക്തി വേണം. അത് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. 10% 15% ഒക്കെ മനസ്സിലാക്കാം. ഇത് 50% വർധനവ്. കോടതിയിൽ 200% അല്ല 40%, 50%വുമാണ് വർധനവ്.
അതുപോലെ തന്നെ 8,000 രൂപ നികുതി അടയ്ക്കേണ്ട കോൺട്രാക്ട് കാരേജ് 17 സീറ്ററുകാരൻ എന്നെ ഇന്ന് വിളിച്ച് പറഞ്ഞത് ഞാൻ നാളെ മുതൽ അടുത്ത ഏപ്രിൽ 1-ാം തീയതി മുതൽ 10,000 രൂപ കൊടുക്കണം. 2,000 രൂപയുടെ വർധനവാണ്. ഇങ്ങനെ വർധനവുണ്ടാക്കുന്നവർ DA 7 കുടിശ്ശികയുള്ളപ്പോൾ 1 കുടിശ്ശികയാണ് കൊടുക്കുന്നത്. 39 മാസത്തെ കാലാവധി മുൻകാല പ്രാബല്യത്തെപ്പറ്റി മിണ്ടുന്നില്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. പോട്ടെ, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി കൂട്ടുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവർ എന്ത് യുക്തിയാണ് ഇത് സാധാരണക്കാരൻ്റെ സർക്കാരാണോ? അതാ അവിടെ ചോദ്യം അതാണ്, ഇത് സാധാരണക്കാരൻ്റെ സർക്കാരാണോ? അപ്പോൾ കിട്ടാനുള്ളതൊക്കെ വർദ്ധിപ്പിച്ച് വാങ്ങുകയും കൊടുക്കാനുള്ളതൊന്നും മര്യാദയ്ക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ബഡ്ജറ്റാണ്. ഇനി പോട്ടെ, കേന്ദ്ര ബഡ്ജറ്റിനെ കുറ്റം പറഞ്ഞവരാണല്ലോ ഇവർ. കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റ് വന്നപ്പോൾ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക്, കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇൻകം ടാക്സ് നികുതി ഇളവുണ്ടായി, ആദായ നികുതി ഇളവുണ്ടായി. ആ പണം എവിടെയാണ് പോകാൻ പോകുന്നത്? നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങാൻ പോവുകയാണ്, മാർക്കറ്റ് സജീവമാകാൻ പോവുകയാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ വായ്പാ പരിധി 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമാക്കി. MSMEയുടെ വായ്പാ പരിധി 5 കോടിയിൽ നിന്നും 10 കോടിയാക്കി. സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ വായ്പാ പരിധി 10 കോടിയിൽ നിന്നും 20 കോടിയാക്കി. ഇങ്ങനെ സാധാരണക്കാരന് ആശ്വാസമുണ്ടാവുന്ന എന്തെങ്കിലും ഒരു പദ്ധതി, ഒരു പ്രഖ്യാപനം ഈ ബഡ്ജറ്റിലുണ്ടോ? എന്തെങ്കിലും ഒരു പ്രഖ്യാപനം? ഒരു PWDക്ക് നീക്കി വെച്ചത് എത്രയാണെന്നറിയോ? 3061 കോടിയാണ്. 3061 കോടി രൂപ. എത്ര 1000 കിലോമീറ്റർ റോഡ് കേരളത്തിലുണ്ട്? ഇതിന് മൊത്തം നീക്കി വെച്ചത് 3061 കോടി രൂപ. കേരളത്തിന് 100 കണക്കിന് കിലോമീറ്റർ റെയിലേ ഉള്ളൂ. 1000 കിലോമീറ്ററിന് താഴെയാണ് മൊത്തം റെയിൽ കേരളത്തിലെ. അതിന് കേന്ദ്ര സർക്കാർ നൽകിയത് 3042 കോടി രൂപയാണ്. 3042 കോടി രൂപ. ഇവർ ആയിരക്കണക്കിന് കിലോമീറ്റർ PW റോഡിന് നീക്കി വെച്ചത് 3061 കോടി രൂപയാണ്. എന്നിട്ട് കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറയുന്നു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ 400 കോടി രൂപ ചെലവിൽ നന്നാക്കുകയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ 400 കോടി രൂപ ചെലവിൽ നന്നാക്കുകയാണ്. കോഴിക്കോട്, എറണാകുളം സൗത്ത്, എറണാകുളം നോർത്ത്, ഷൊർണൂർ, തൃശ്ശൂർ, കാസർഗോഡ്, പയ്യന്നൂർ 35 റെയിൽവേ സ്റ്റേഷനുകൾ, വടകര ഉൾപ്പെടെ 100 കണക്കിന് കോടി രൂപ ചെലവാക്കി നന്നാക്കുമ്പോൾ PWDന് മൊത്തം നീക്കി വെച്ചത് 3061 കോടി രൂപയാണ്. പോട്ടെ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാ? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 16,000 കോടി രൂപ, 9%. ഈ സർക്കാർ എവിടേക്കാണ് പോകുന്നത്? ഈ കേരളത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ശരി, ഇതൊക്കെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.